പുതിയ ബജറ്റ് എങ്ങനെയായിരിക്കുമെന്ന് സൂചന നൽകി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സ്വപ്ന തുല്യമായ പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമല്ല നടപ്പിലാക്കുകയും ചെയ്യും. കൊച്ചിയെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഫിലിം സിറ്റിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ബജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുകയാണ്, ആദ്യത്തെ ബജറ്റ്. ആ ബജറ്റിലെ രഹസ്യങ്ങൾ മുൻകൂട്ടി നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 1-2 വർഷക്കാലമായി ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷമാണ്. ഗവൺമെന്റിനെ വിമർശിച്ചതോടൊപ്പം ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തിയ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങളുടേതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്ത് സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാൻ കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്ന ഏറ്റവും സ്വപ്നതുല്യമായ ഒരു പദ്ധതി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അതിനെല്ലാം നമ്മൾ ശക്തമായ ടീം ബിൽഡ് ചെയ്ത് ഏറ്റവും വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കണം. ഞാൻ സി മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും ഇരിക്കുന്നത് കൊണ്ട് പറയുകയല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയുടെ ആസ്ഥാനമാക്കി നമുക്ക് ഈ ജില്ലയെ മാറ്റണം. ഫിലിം ഇൻഡസ്ട്രി ഹൈദരാബാദിലും മദ്രാസിലും എല്ലാം ചെയ്തതുപോലെ സിനിമാ രംഗത്ത് ഈ സർക്കാർ ഒരു സിഗ്നേച്ചർ ഇടും, ഞാൻ ഉറപ്പ് തരുന്നു. ഒരു കയ്യൊപ്പ് ചാർത്തും. ഈ സർക്കാരിൻ്റെ ഒരു കയ്യൊപ്പ് സിനിമാ രംഗത്ത് ചാർത്തും. ടൂറിസം രംഗത്ത് അത്ഭുതകരമായ സാധ്യതകളുള്ള സ്ഥലമാണ് നമ്മുടേത്. കടലുണ്ട്, ബാക്ക് വാട്ടറുണ്ട്, വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്, എല്ലാം. ഇതിനെല്ലാം സംയോജിപ്പിച്ച് ഗതാഗത സംവിധാനങ്ങളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഒരു റൂം കിട്ടാനില്ല ഈ നഗരത്തിൽ ഇപ്പോൾ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വർഷം, ഈ 6 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കി ആ സമയത്ത് അത് തീർക്കാൻ ഈ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വാക്ക് നൽകുന്നു.